ഇന്ന് ഞാൻ ഗോതമ്പ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹലുവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹലുവയാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കളർ പോലും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. തലേ ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഒരു ഹലുവ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്ത് പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുക. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. നമ്മളിതിൻ്റെ പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന ഒരു രീതിയിൽ അതേപോലെ തന്നെ ഇതുപോലെ അരച്ച് നമ്മളിതിങ്ങനെ അരിപ്പയിലിട്ടിട്ടൊന്ന് പാല് മാത്രമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത്രോരം പാല് കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമ്മൾ ഇതൊരു 10-15 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടോ. അതിൻ്റെ വേസ്റ്റൊക്കെ കളയാം. അതിൻ്റെ വേസ്റ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതാ 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അതൊക്കെ നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറിലായി കിട്ടും. ഇനി നമ്മൾ ഈ ഒരു കളറാണ് നമ്മുടെ ഹലുവക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കാം. 2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാരമലിൻ്റെ കളറാണ് കേട്ടോ ഈ ഒരു ഹലുവക്ക് ഉണ്ടാകുക. നമ്മൾ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലുണ്ടല്ലോ അതൊന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ മേലെയുള്ള ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ അത് ഇളകി പോവാതെ വേണം നമ്മളിങ്ങനെ വെള്ളം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹലുവക്ക് നല്ലൊരു കളറായിരിക്കും. അതൊരു തിളക്കമുണ്ടല്ലോ അത് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 കപ്പ് വെള്ളം, അതായത് വലിയ കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഷുഗറൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ആ ഒരു പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു കപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുള്ള പഞ്ചസാരയാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ കൈകളിലൊക്കെ തെറിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഈ ഒരു പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. അപ്പം നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്തെടുത്തുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത് കേട്ടോ. പോകെ ഇനി നല്ല കളറ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ വേറെ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കളറൊക്കെ നല്ല രീതിയിലായിട്ട് കിട്ടുക. ആവശ്യത്തിന് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ അതേപോലെ തന്നെ കറുപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടെ. അങ്ങനെ 5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചൂടുള്ള ജിലേബിയൊക്കെ കഴിക്കില്ല, ആ ഒരു ഫീലിംഗ് തന്നെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കോരി എടുത്തിട്ട് നമുക്കിത് കഴിക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഷേപ്പുള്ള പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ പോവാണ്. ഇത് നമ്മൾ ഒരു 3-4 മണിക്കൂർ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ ഈ ഒരു പരുവത്തിലായി കിട്ടും കേട്ടോ. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി ഭാഗമൊക്കെ നമ്മൾ നല്ല ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത റൂമിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്